Audio Jungle. നമസ്കാരം BBC പ്രാദേശിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ 125ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് തൊടുപുഴയിൽ തുടക്കമായി. പരിപാടികളുടെ ജില്ലാതല ഉദ്ഘാടനം മന്ത്രി PJ ജോസഫ് നിർവഹിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി നേതൃത്വത്തിൽ ജവഹർലാൽ നെഹ്റുവിന്റെ 125ാം ജന്മദിനം ആഘോഷിച്ചു. വീക്ഷണം മാനേജിംഗ് ഡയറക്ടർ AC ജോസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജില്ലാതല ശിശുദിനാഘോഷത്തിന്റെയും ICDS ബാലസ്വച്ഛതാ വാരാചരണത്തിന്റെയും ഉദ്ഘാടനം തൊടുപുഴയിൽ നടന്നു. ശിശുദിന റാലി DYSP സാബു മാത്യു ഫ്ലാഗ് ഓഫ് ചെയ്തു. അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ താലൂക്ക് തല ഉദ്ഘാടനം തൊടുപുഴയിൽ നടന്നു. മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാന എക്സൈസ് വകുപ്പ് നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം കലയന്താനിയിൽ നടന്നു. വാർത്തകൾ വിശദമായി. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ 125ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് തൊടുപുഴയിൽ തുടക്കമായി. ജില്ലയിലെ ആഘോഷ പരിപാടികൾ ജവഹർ ബാലജനവേദിയുടെ സഹകരണത്തോടെയാണ് സംഘടിപ്പിച്ചത്. ആഘോഷ പരിപാടികളുടെ ജില്ലാതല ഉദ്ഘാടനം തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിൽ മന്ത്രി PJ ജോസഫ് നിർവഹിച്ചു. ലോകസമാധാനത്തിന് വേണ്ടി അദ്ദേഹം വളരെയേറെ യോജിച്ചു. അദ്ദേഹം മരിച്ചപ്പോൾ അന്ന് അമേരിക്കയുടെ പ്രസിഡന്റായിരുന്ന ജോൺ എഫ് കെന്നഡി പറഞ്ഞു, കുറെ കൂടി ദരിദ്രമായിരിക്കും. അത്ര വലിയ സന്ദേശങ്ങളാണ് തൊടുപുഴ നഗരസഭാ ചെയർമാൻ AM ഹാരിദ് അധ്യക്ഷത വഹിച്ചു. ഇടുക്കി RDO PV പൗളിൻ, നജി ഷാഹുൽ ഹമീദ്, വിമല പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ബെനോ CMC, വിമല പബ്ലിക് സ്കൂൾ ലോക്കൽ മാനേജർ സിസ്റ്റർ ലില്ലിയോസ്, ജവഹർ ബാലഭവൻ ജില്ലാ ചെയർമാൻ KV ബാബു എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ജില്ലാതല ശിശുദിനാഘോഷത്തോടനുബന്ധിച്ച് തൊടുപുഴയിൽ ശിശുദിന റാലി നടന്നു. തൊടുപുഴ മുനിസിപ്പൽ പാർക്കിൽ നിന്നും ആരംഭിച്ച റാലി DYSP സാബു മാത്യു ഫ്ലാഗ് ഓഫ് ചെയ്തു. തൊടുപുഴ മുനിസിപ്പൽ പ്രദേശത്തെ അംഗൻവാടികളിൽ നിന്നും നിരവധി കുട്ടികൾ റാലിയിൽ പങ്കെടുത്തു.
ജില്ലാതല ശിശുദിനാഘോഷത്തിന്റെയും ICDS ബാലസ്വച്ഛതാ വാരാചരണത്തിന്റെയും ഉദ്ഘാടനം തൊടുപുഴയിൽ നടന്നു. തൊടുപുഴ മുനിസിപ്പൽ മൈതാനിയിൽ മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ശ്രീ ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനത്തിലാണ് സ്വതന്ത്ര ഭാരതം എങ്ങനെ മുന്നോട്ട് നീങ്ങണം എന്ന് വ്യക്തമായ കാഴ്ചപ്പാടുള്ള ആളായിരുന്നു. ആസൂത്രണം ശരിയായി നടത്തിക്കൊണ്ട് പഞ്ചവത്സര പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ട് ഇന്ത്യയെ ലോകരാഷ്ട്രങ്ങളുടെ മുൻപന്തിയിൽ എത്തിക്കാൻ ദൃഢനിശ്ചയത്തോടെ പ്രവർത്തിച്ച ആളാണ്. ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഇന്ത്യയിൽ വികസിപ്പിച്ചെടുക്കുക, ആ രംഗത്ത് വലിയ മുന്നേറ്റം നടത്തുവാൻ ഉള്ള അടിത്തറ അതിന് പാകുകയുണ്ട്. 17 കൊല്ലക്കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി നേതൃത്വം കൊടുത്ത ജവഹർലാൽ നെഹ്റു ലോകത്തിലെ എല്ലാ രാഷ്ട്ര തലവന്മാരുടെയും ആദരവ് തൊടുപുഴ നഗരസഭാ ചെയർമാൻ AM ഹാരിദ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ H രാമമൂർത്തി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നെറ്റ്സി കുര്യാക്കോസ്, പ്രോഗ്രാം ഓഫീസർ സോഫി ജേക്കബ്, K അരവിന്ദ്, ഏലിയാസ് തോമസ്, ടെസ്സി എബ്രാഹാം, KB ആശാമോൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. ശിശുദിനാഘോഷം പൂമാല ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിപുലമായി ആഘോഷിച്ചു. സ്കൂൾ കുട്ടികളും രക്ഷിതാക്കളും ചേർന്ന് നടത്തിയ ശിശുദിന റാലിയിൽ ചാച്ചാജി, മലയാളി മകമാർ തുടങ്ങി നിരവധി വേഷധാരികൾ അണിനിരന്നു. ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസവും സ്കൂൾ ശുചിത്വവും മെച്ചപ്പെടുത്തുന്നതിനായി ക്ലീൻ സ്കൂൾ സ്മാർട്ട് ചിൽഡ്രൻ പദ്ധതിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് മെമ്പർ ബിജി രവികുമാർ നിർവഹിച്ചു. സ്കൂൾ ഹെഡ്മിസ്റ്റർ ശൈലജ കുട്ടികൾക്ക് ശിശുദിന സന്ദേശം നൽകി. PTA പ്രസിഡന്റ് ശശികുമാർ കിഴക്കേടം, അധ്യാപകരായ VV ഷാജി, സന്തോഷ് ഓമന എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ ചിത്രരചനാ മത്സരവും സംഘടിപ്പിച്ചു. നവംബർ 14-ാം തീയതി നമ്മളിതിവിടെ ആഘോഷിക്കുന്നത്. ഈ ആഘോഷത്തിൽ എൻ്റെ ടീച്ചർ പറഞ്ഞപ്പോഴൊക്കെ നിങ്ങൾ ചാച്ചാജിയെക്കുറിച്ചൊക്കെ ഒത്തിരി കഥകൾ കേട്ടിട്ടുണ്ടല്ലേ? അപ്പോൾ ആ കഥകളിലൊക്കെ കേട്ട് ആ ചാച്ചാജിയെ നമ്മൾ ബഹുമാനിക്കുകയും ആദരിക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് നമ്മളിതിലൂടെ കൊണ്ടാടുന്നത്. അപ്പം നിങ്ങളുടെയൊക്കെ എല്ലാവരും ബലൂണുകൾ, പ്ലേ കാർഡുകളൊക്കെ വെച്ച് ഈ ജന്മദിന ആഘോഷം നമുക്കൊരു ആഘോഷമായിട്ട് മാറ്റുവാനായിട്ട്, നമ്മുടെ ഈ സ്കൂളിൻ്റെ ഒരു ആഘോഷമായിട്ട് മാറ്റാനായിട്ട് എത്തിയിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഭാവിയിൽ തന്നെ മിടുക്കന്മാർ. കാളിയാർ സെന്റ് മേരീസ് LP സ്കൂളിൽ ശിശുദിനാഘോഷം സംഘടിപ്പിച്ചു. വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP വർഗീസ് ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്കറിയാം, ഇന്ന് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു 1889 ജന്മം കൊണ്ട് കഴിഞ്ഞ 17 വർഷക്കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് പടപൊരുതി മഹാത്മജി അടക്കം, സർദാർ വല്ലഭായ് പട്ടേൽ അടക്കം മറ്റ് രാഷ്ട്ര നേതാക്കന്മാരോടൊപ്പം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരുന്നതിന് വേണ്ടിയിട്ടുള്ള സമര പോരാട്ടങ്ങളിൽ നേതൃത്വം കൊടുത്ത ആ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ തീർച്ചയായും ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ കഴിഞ്ഞകാല ചരിത്രങ്ങളും ഇന്നത്തെ ഇന്ത്യയുടെ അവസ്ഥയും നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. പട്ടിണിപ്പാവങ്ങളുടെ ഒരു രാജ്യമായി മാറിയ ഇന്ത്യയുടെ മുഴുവൻ സമ്പത്തും കൊള്ളയടിച്ച് ബ്രിട്ടീഷ് സാമ്രാജ്യം ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയി. കാളിയാർ സർക്കിൾ ഇൻസ്പെക്ടർ C ജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ മാനേജർ ഫാദർ ജോൺ മുരിങ്ങമറ്റം, ഹെഡ്മിസ്റ്റേഴ്സ് ഷിബി ജോസഫ്, PTA പ്രസിഡന്റ് ജോസ്, PTA വൈസ് പ്രസിഡന്റ് TM അഷ്റഫ്, MPTA പ്രസിഡന്റ് രജനി ഷിബു, മെർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് സോമൻ, വാർഡ് മെമ്പർ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇതോടനുബന്ധിച്ച് ശിശുദിന റാലിയും സംഘടിപ്പിച്ചു. Gracias.
തുടങ്ങനാട് സെന്റ് തോമസ് LP സ്കൂളിൽ ശിശുദിനാഘോഷം സംഘടിപ്പിച്ചു. ഫാദർ ജോസഫ് കിഴക്കേക്കര അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് മെമ്പർ ബിജോയ് ജോൺ ഉദ്ഘാടനം ചെയ്തു. ശിശുദിനാഘോഷത്തോടനുബന്ധിച്ച് റാലിയും സംഘടിപ്പിച്ചു. ഹെഡ്മാസ്റ്റർ സിസ്റ്റർ ടെസ്ലിൻ CMC റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു. 1889 നവംബർ മാസം 14-ാം തീയതി അലഹബാദിൽ ജനിച്ച് കഴിഞ്ഞ 17 വർഷക്കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി പൂന്തോട്ടത്തിലെ പൂക്കളെ പോലെ കൊച്ചുകുട്ടികളെ സ്നേഹിച്ച് പൂക്കളോട് കൊച്ചുകുട്ടികളെ ഊഹിച്ചുകൊണ്ട് അത്രയേറെ സ്നേഹിച്ച പ്രിയപ്പെട്ട ചാച്ചാ നെഹ്റു കുട്ടികളെ സ്നേഹിച്ചപ്പോൾ അതിലേറെ കുട്ടികളും തിരിച്ച് സ്നേഹിച്ചു. ആ സ്നേഹത്തിന്റെ പ്രതിഫലനമാണ് എല്ലാ ആളുകളും അദ്ദേഹത്തെ ചാച്ചാ നെഹ്റു എന്ന് വിളിക്കുവാൻ തുടങ്ങി. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് തന്റെ ഔദ്യോഗിക കാര്യങ്ങളിലെല്ലാം കൃത്യനിർവഹണത്തിൽ മുഴുവപ്പോഴും അദ്ദേഹം കൊച്ചുകുട്ടികളെ സ്നേഹിക്കാൻ മറന്നു. തുടങ്ങനാട് LP സ്കൂളിൽ സംഘടിപ്പിച്ച ശിശുദിന റാലി സെന്റ് തോമസ് ഹൈസ്കൂളിൽ വിദ്യാർത്ഥികൾ സ്വീകരിച്ചു. നല്ലപാടം കോർഡിനേറ്റർ KM ജോസഫ് ശിശുദിന സന്ദേശം നൽകി. ഷാനി ജോൺ, ജിമ്മി മറ്റത്തിപ്പാറ, സിബി ആന്റണി തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കുട്ടികൾക്ക് കൊച്ചു ത്രേസ്യ ജെയിംസ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. നവംബർ 14-ാം തീയതി ജനിച്ച ജവഹർലാൽ നെഹ്റു ഏറ്റവും കൂടുതൽ